ഇന്ന് പല റീറ്റെയിൽ സ്റ്റോർ ഓണേഴ്സും തങ്ങളുടെ ബിസിനസ്സിനെ അനലൈസ് ചെയ്യുന്നത് ഡെയിലി സെയിൽസ് റിപ്പോർട്ടുകൾ, ഡെയിലി പ്രോഫിറ്റ് റിപ്പോർട്ടുകൾ, ഫാസ്റ്റ് മൂവിംഗ് ഐറ്റം റിപ്പോർട്ടുകൾ തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കിയാണ്. ഒരു റീറ്റെയിൽ സ്റ്റോർ ഓണർ തങ്ങളുടെ സ്ഥാപനം ലാഭകരമാക്കാനും സ്കെയിലബിൾ ആക്കാനും ഏതൊക്കെ റിപ്പോർട്ടുകളാണ് ഡെയിലി ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, ആവറേജ് ബിൽ വാല്യൂ. നമ്മുടെ സ്ഥാപനത്തിൽ എത്തുന്ന കസ്റ്റമറുടെ ആവറേജ് ബിൽ വാല്യൂ എത്രയാണ്? അത് നമ്മുടെ ടാർഗറ്റ് എമൗണ്ട് താഴെയാണെന്നുണ്ടെങ്കിൽ അപ് സെല്ലിംഗ് മെത്തേഡുകൾ, ക്രോസ് സെല്ലിംഗ് മെത്തേഡുകൾ, കോംബോ ഓഫർ തുടങ്ങിയ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൂടുതൽ സെയിൽസും ലാഭവും കൈവരിക്കാവുന്നതാണ്. അടുത്തത് സെയിൽസ് കൺവേർഷൻ. നമ്മുടെ സ്ഥാപനത്തിൽ എത്തുന്ന എത്ര ശതമാനം കസ്റ്റമർ പ്രൊഡക്റ്റുകൾ വാങ്ങും? ഉദാഹരണത്തിന് 100 കസ്റ്റമർ എത്തുകയും അതിൽ 20 അല്ലെങ്കിൽ 30% കസ്റ്റമർ മാത്രം പ്രൊഡക്റ്റുകൾ വാങ്ങുന്നുള്ളൂവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡിസ്പ്ലേയിൽ പ്രശ്നങ്ങളുണ്ടാവാം, ഐറ്റം മാർജിനിൽ പ്രശ്നങ്ങളുണ്ടാവാം, സ്റ്റാഫിൻ്റെ പെർഫോമൻസിൽ പ്രശ്നങ്ങളുണ്ടാവാം. ഈ വക കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കൂടുതൽ സെയിലും ലാഭവും നമുക്ക് കൈവരിക്കാവുന്നതാണ്. അടുത്തത് ടോപ്പ് സെല്ലിംഗ് 20 പ്രൊഡക്റ്റുകൾ. നമ്മുടെ ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള 20 പ്രൊഡക്റ്റുകൾ ഏതൊക്കെ, അതിൻ്റെ സ്റ്റോക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, ആ ഐറ്റമിന് നമുക്ക് എത്ര ലാഭം വരുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അടുത്തത് ഐറ്റം ഏജിംഗ് റിപ്പോർട്ടുകൾ. നമ്മുടെ സ്റ്റോറിലുള്ള ഓരോ പ്രൊഡക്റ്റുകളുടെയും ഐറ്റം ഏജിങ് എത്രയാണ്, എത്ര കാലയളവ് എടുത്താണ് ഇത് സെയിലാവുന്നത്. ഐറ്റം ഏജിങ് കൂടുന്നതനുസരിച്ചിട്ട് ലാഭവും ക്യാഷ് ഫ്ലോയും കുറയുന്നതാണ്. അടുത്തത് ഡിസ്പ്ലേ പെർഫോമൻസ്. നമ്മൾ ഡിസ്പ്ലേ വെച്ചിട്ടുള്ള പ്രൊഡക്റ്റുകൾ എത്രമാത്രം സെയിലാകുന്നു, അതുവഴി നമുക്ക് എത്രമാത്രം ലാഭം വരുന്നു. ഡിസ്പ്ലേയുള്ള പ്രൊഡക്റ്റുകൾ സെയിൽസ് കുറവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കസ്റ്റമർ ഡിമാൻഡുള്ള പ്രൊഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്യുകയും കസ്റ്റമർ റിട്ടൻഷൻ കൂട്ടാൻ അത് ഉപകരിക്കുന്നതാണ്. അടുത്തത് ക്യാഷ് ലീക്കേജ്. ഓരോ റീറ്റെയിൽ സ്റ്റോറുകളിലും സെയിൽസ് വഴിയുള്ള ഫണ്ട് ഫ്ലോ പല മെത്തേഡുകൾ വഴിയാണ്. ക്യാഷ് ആയിട്ട് ഇൻകം വരുന്നുണ്ടാവാം, UPI വഴി വരുന്നുണ്ടാവാം, കാർഡ് വഴി ഇൻകം വരുന്നുണ്ടാവാം. കൗണ്ടർ മാനേജ്മെൻറ്റ് ഫീച്ചേഴ്സ് വഴി നമ്മുടെ സ്ഥാപനത്തിലെ ഓരോ ട്രാൻസാക്ഷനും കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെടാനും അതുവഴി മൂലം ഉണ്ടാകുന്ന പല നഷ്ടങ്ങൾ ഒഴിവാക്കാനും സാധിക്കുന്നതാണ്. ഏതൊരു റീറ്റെയിൽ സ്റ്റോറിനും കൃത്യമായി ഇൻവെൻട്രി മാനേജ് ചെയ്യാനും അക്കൗണ്ട്സ് മാനേജ് ചെയ്യാനും ഡേറ്റ അടിസ്ഥാനമാക്കി മികച്ച തീരുമാനങ്ങളെടുത്ത് ലാഭകരമാക്കാനും ഡിജിപോസ് ബില്ലിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ നിങ്ങളെ സഹായിക്കുന്നതാണ്.